ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? അറേ സെർച്ചിനെ കുറിച്ചാണ് അല്ലെ, സെർച്ചിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ലീനിയർ സെർച്ച് പറഞ്ഞു, ബൈനറി സെർച്ച് പറഞ്ഞു. ബൈനറി സെർച്ചിൽ തന്നെ ഐട്രേഷൻ യൂസ് ചെയ്തും റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പോളിനോമിയൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമ്മൾ പോളിനോമിയല് നമ്മൾ സ്കൂൾ മുതലേ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. എങ്ങനെ വരുന്നത്? 5x² + 3x + 4. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പോളിനോമിയൽ ഇക്വേഷൻ വരുന്നത്. അതിൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. ഫസ്റ്റ് ഈ പാർട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റും, ഇത് എക്സ്പോണന്റ് വാല്യൂ വരുന്നത് എന്താണ് എക്സ്പോണന്റ് ആയിട്ടുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ ഏതാണ് 5 ആണ്. ഓക്കെ, അതേസമയത്ത് ഇവിടെ എക്സ്പോണന്റ് എത്രയാ 2 ആണ്. ഓക്കെ, ഇത് എക്സ്പോണന്റ്. ഓക്കെ, ഇവിടെ വരുമ്പോഴേ അടുത്തതിൽ വരുമ്പോഴേ ഇവിടെ 3, ഇവിടെ എന്താണ് x⁻² ഇല്ല, അപ്പൊ എത്ര കൊടുക്കാം 1 കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് വരുമ്പോൾ എത്രയാണ് 4 ആണ്. ഇവിടെ ശരിയായിട്ട് എക്സ്പോണന്റ് എത്രയാണ് വരുന്നത് 0 ആണ് വരുന്നത്. അതായത് x⁻0 എന്ന് പറയുമ്പോൾ 1 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 4 മാത്രം, അതായത് 4 × 1 അല്ലെ, 4 തന്നെ വരും. അപ്പൊ ഇതിലെ രണ്ട് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, കോഎഫിഷ്യന്റും വരും അതുപോലെ എക്സ്പോണന്റും വരും. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഇനി എങ്ങനെ ഇതിനെ അറയിലോട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അറേ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ അറേ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് ഇത് നോക്കിയേ, ഇതിൽ എത്ര കോളം ഉണ്ട്? 2 കോളം അല്ലെ, 2 കോളമാണ്. അപ്പൊ ഏത് നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാലും 2 കോളമാണ്. അത് എന്തുകൊണ്ടാണ്? എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതല്ല നോക്കുന്നത്, നമ്മൾ നോക്കുന്നത് എന്താണ് കോഎഫിഷ്യന്റും എക്സ്പോണന്റും. ഓക്കെ, കോഎഫിഷ്യന്റും എക്സ്പോണന്റും ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ കോഎഫിഷ്യന്റ് എക്സ്പോണന്റ് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും വരുന്നത്? ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളവും എക്സ്പോണന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കോളവും. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന റോ എന്ന് പറയുന്നത് ഇത് കോഎഫിഷ്യന്റ്. ഓക്കെ, അതായത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. അപ്പൊ എല്ലാ അറേ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ പോളിനോമിയൽ റെപ്രസെന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അറേ ഏത് നോക്കിയാലും അതിൽ 2 കോളം മാത്രമേ കാണുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് റോ, എത്ര റോ ഉണ്ട് എന്നുള്ളത് ഇവിടെ എത്ര ടേം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇവിടെ നമുക്കിപ്പോ 3 ടേം ഉള്ളത് കൊണ്ട് ഇവിടെ എത്രയാണ് 3 റോ വന്നു. മനസ്സിലായോ? അതാണ് ഇവിടെ. അപ്പൊ അറേയിൽ നോക്കുമ്പോഴേ നമുക്ക് ഒരു ലൂപ്പ് മാത്രം കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ്? ഇവിടെ കോളം എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, 0ഉം 1ഉം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 0, 1 എന്ന് തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആ സമയത്ത് നമ്മളിവിടെ പറയുന്നത് റോ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? റോ ആണെങ്കിൽ എങ്ങനെ പറയാം? എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ പിന്നെ റോ വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് 3 ടേം ആണ് ഇതിനകത്തുള്ളത്. 3 ടേം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്രയാണ് 3 റോ വരുന്നുണ്ട്. അതായത് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2. ഓക്കെ, ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 0th കോളം, എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ അറയിലോട്ട് എഴുതാം? ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ഓഫ് ഏതാണ് 0, 0 അല്ലെ, 0, 0. ഇതാണ് ഏത് പറയുന്നത് 5 എന്ന് പറയുന്നത് അല്ലെ. അടുത്തതോ എ ഓഫ് സെയിം റോ നെക്സ്റ്റ് കോളം 1, അതാണ് എന്ത് പറയുന്നത് അടുത്ത എക്സ്പോണന്റ് പറയുന്നത് 2 അല്ലെ. അടുത്തത് എ ഓഫ് ഏതാണ് ഫസ്റ്റ് കോളം 0th പൊസിഷൻ അല്ലെ. ഇതിനകത്ത് എത്ര വന്നു? 3 വന്നു. അടുത്തത് എ ഓഫ് സെയിം കോളം നെക്സ്റ്റ് പിന്നെ സെയിം റോ നെക്സ്റ്റ് കോളം എത്ര വന്നു? ഇവിടെ 1 വന്നു. നെക്സ്റ്റിൽ വരുമ്പോഴേ എ ഓഫ് എത്ര പറയാം? ഇവിടെ 2 ആണ്, സെക്കൻഡ് റോ ആണ്. അടുത്തത് 0th കോളമാണ്. എത്ര വന്നു? ഇവിടെ 4 വന്നു. ഓക്കെ, അടുത്തതില് എ ഓഫ് 2 റോ എത്ര വന്നു? 1 വന്നു. സോറി, കോളം 1 വന്നു. റോ 2ഉം കോളം 1ഉം അല്ലേ. അപ്പൊ ഇവിടെ എത്ര എടുക്കുക? 0 കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അറേ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മള് 0, 0 അല്ലെ. അടുത്തത് 1, 1. അതേ സമയത്ത് ഇവിടെ നോക്കി, ഇവിടെ കോളം എന്ന് പറയുന്നത് പിന്നെ കോളം എങ്ങനെ വരിക? കോളം വരുമ്പോൾ എന്താണ് 0ഉം 1ഉം നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് പറയാം. മനസ്സിലായോ? അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നെസ്റ്റഡ് ലൂപ്പ് അവിടെ വേണ്ട. ഓക്കെ, അതിനകത്ത് സിംഗിൾ ലൂപ്പ് മാത്രം കൊടുത്താൽ മതി. കാരണം നമ്മൾ റോ നമ്പർ മാത്രം ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പിന്നെ 0 1 എന്നും കൊടുത്തു പോകാൻ സാധിക്കും. മനസ്സിലായോ? നമുക്ക് എങ്ങനെ എഴുതുന്നു നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഫുൾ പ്രോഗ്രാം ആയിട്ട് എഴുതുന്നില്ല, ആ ഒരു ബ്ലോക്ക് മാത്രമേ എഴുതുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കാം 4 i = എത്ര പറയാം
സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ റോ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോയിലാണ്. ഐ ലെസ് ദാൻ ഏതുവരെ പോകണം? നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ മെയിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് ടേംസ് റീഡ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് റീഡ് ചെയ്തിട്ട് നമുക്കിവിടെ n എന്നോ അല്ലെങ്കിൽ 4 എന്നോ 3 എന്നോ കൊടുക്കാം. ഞാനിവിടെ n എന്ന് കൊടുക്കാൻ നോക്കും. അപ്പൊ n-ന്റെ വാല്യൂ ഇപ്പം എത്രയാണ്? ഇത് ഈ കണ്ടീഷൻ ഈ ഒരു ഇക്വേഷനിലാണെങ്കിൽ n എത്രയായിരിക്കും? 3 ആണ്. ഓക്കെ, അത് നമ്മൾ യൂസറിൽ നിന്ന് റീഡ് ചെയ്യാം. സ്കാൻഎഫ് പറഞ്ഞിട്ട് റീഡ് ചെയ്യാം. ദെൻ ഐ പ്ലസ് പ്ലസ് പറഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് പറയാം? എങ്ങനെ ഇത് റീഡ് ചെയ്യാം? ഞാൻ പ്രിന്റ്എഫ് ഒരു മെസ്സേജ് ഇടാണ്. എന്റർ കോഎഫിഷ്യന്റ് ആൻഡ് എക്സ്പോണന്റ് പാർട്ട് അല്ലേ? ഇതിനകത്ത് സ്കാൻഎഫ് യൂസ് ചെയ്തിട്ട് സ്കാൻഎഫ് പെർസെന്റേജ് ഡി അല്ലേ? എന്തൊക്കെ റീഡ് ചെയ്യണം? കോഎഫിഷ്യന്റും റീഡ് ചെയ്യണം, എക്സ്പോണന്റും റീഡ് ചെയ്യണം അല്ലേ? 2% d പറഞ്ഞു. കോമ അഡ്രസ് ഓഫ് എങ്ങനെ കൊടുക്കാം? a ഓഫ് i. അടുത്തത് 0 തന്നെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, a ഓഫ് i 0. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് 2 കോളമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആദ്യം 0th കോളത്തിൽ റീഡ് ചെയ്യുക. അടുത്ത സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കോമ അഡ്രസ് ഓഫ് എങ്ങനെ പറയും? a ഓഫ് i. അടുത്തത് 1. ഓക്കെ, 1. അപ്പൊ ഈ 0യും 1ഉം നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു 2 കോളം മാത്രമേ ഉള്ളൂ. അപ്പൊ വീണ്ടും നമ്മൾ അതിനു വേണ്ടി ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നില്ല അല്ലെ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് a ഓഫ് i 0, അതുപോലെ a ഓഫ് i 1 അല്ലെ? അപ്പൊ ഒരു പ്രാവശ്യം ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എക്സ്പോണന്റും റീഡ് ചെയ്തു, ഒരു കോഎഫിഷ്യന്റും റീഡ് ചെയ്തു, ഒരു എക്സ്പോണന്റും റീഡ് ചെയ്തു അല്ലെ? കോഎഫിഷ്യന്റിന് വേണ്ടിയിട്ട് എങ്ങനെ കൊടുത്തു? i 0 പൊസിഷനിൽ റീഡ് ചെയ്തു, അടുത്തത് i 1 പൊസിഷനിൽ റീഡ് ചെയ്തു എക്സ്പോണന്റ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇതിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു അറേ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു അറേ റെപ്രസെന്റേഷൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ചെയ്യാം അല്ലെ? എങ്ങനെ ചെയ്യുന്നത്? നമുക്കിപ്പോ ഒരു അഡീഷൻ ചെയ്യാം, ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഒരു സബ്ട്രാക്ഷൻ ചെയ്യാം അല്ലെ? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? എക്സ്പോണന്റ് സെയിം ആണോ നോക്കണം അല്ലെ? എക്സ്പോണന്റ് ഇപ്പൊ ആഡ് ചെയ്യുവാണെന്ന് നോക്കൂ. 2 പിന്നെ പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ട കണ്ടീഷൻ എന്താണ്? നമുക്ക് അവിടെ നോക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്പോണന്റ് സെയിം ആയിട്ട് ഉള്ളതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യാം അല്ലെ? അതല്ലേ കണ്ടീഷൻ വരുന്നത്? എക്സ്പോണന്റ് സെയിം ആയിട്ടുള്ളതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യാം അല്ലെ? അതേ സമയത്ത് നമുക്ക് ഇപ്പൊ സപ്പോസ് എക്സ്പോണന്റ് സെയിം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടേം അതുപോലെ തന്നെ എഴുതുക. അതാണ് നമ്മൾ അഡീഷനിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു കണ്ടീഷൻ നമ്മളവിടെ ചെക്ക് ചെയ്യണം. മനസ്സിലായോ? നമുക്കിപ്പോ പിന്നെ പോളിനോമിയൽ അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ചെയ്യാതെ എന്താണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അറേ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ലോജിക്ക് അറിയാം എങ്ങനെയാണ് അത് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ള ലോജിക്ക് നമുക്കറിയാം. പക്ഷെ അതിനകത്ത് ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്ത് കണ്ടീഷനാണ്? എക്സ്പോണന്റ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. മനസ്സിലായോ? അല്ലെങ്കിൽ ആ ടേം അതുപോലെ തന്നെ എഴുതാം. അതാണ് നമുക്ക് ഇവിടെ വരുന്ന ഒരേ ഒരു കണ്ടീഷൻ ചെക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് ഓക്കെ, ഡിഫറൻസ് ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ അഡീഷൻ ചെയ്തതാണ്, പിന്നെ അറേയിൽ അഡീഷൻ നമ്മൾ ചെയ്തതാണ്. നമുക്കിത് ഇതിന്റെ പ്രോഗ്രാം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം മറക്കാതെ ചെയ്തു പോകേണ്ട ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. കാരണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളോ ഇനി പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കാം. ഓക്കെ, എന്തെങ്കിലും വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ് കാണാം. ഓക്കെ, ബൈ.